ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു ഐഡിയ എനിക്കില്ല. യൂട്യൂബ് നോക്കിയിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഫ്ലോപ്പായിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും. അങ്ങനെ ഞാൻ കുറേ ദിവസമായിട്ടോ മന്തീൻ്റെ കിറ്റ് വാങ്ങിച്ച് വെച്ചിട്ട്. അപ്പോൾ ഇത് ഒരു കിലോൻ്റേതാണ്. അതിൽ അരി, ഓയിൽ, പിന്നെ ഉണക്ക നാരങ്ങ, മാഗി ക്യൂബ്, പിന്നെ എന്തോ ഒരു മസാല പൗഡർ, ഇതൊക്കെയാണ് അതിലുള്ളത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച സ്പൈസസൊക്കെ ഉരലിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലുണ്ടായിരുന്ന മാഗി ക്യൂബും ഇങ്ങനെ ജസ്റ്റ് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ പൊടികൾ ഇടണം കേട്ടോ. കാശ്മീരി മുളക് പൊടിയും പിന്നെ നോർമൽ മുളക് പൊടിയും, പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളൊരു മസാലയും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ കിട്ടിയിട്ടുള്ള കുറച്ച് ഓയിലുണ്ട്, അത് മൊത്തം അതിൽ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1.5 മണിക്കൂർ എങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മന്തി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി ഓയിലിട്ട് മൂപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓണിയൻ ഇടുന്നുണ്ട്. ക്യാപ്സിക്കം ഇടാം കേട്ടോ, പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇട്ടില്ല. പിന്നെ അരി വെള്ളം ഒഴിച്ചതിന് ശേഷം ഉണക്കനാരങ്ങ 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അരി തിളച്ച് വരുമ്പോൾ അരി ഇട്ടിട്ട് അത് വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അരി ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാനിന് മറ്റേ അടുപ്പിൽ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ഇല്ലാതെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ദെൻ അത് സെറ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച ചോറ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളക് ഇങ്ങനെ കുത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ പച്ചമുളക് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അത് ഫസ്റ്റ് കുറച്ച് നേരത്തെ ഒഴിക്കണം തോന്നുന്നുണ്ട്, ഞാൻ ഇപ്പോഴാണ് ഒഴിച്ചത്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. എന്നിട്ട് കുറച്ച് ചോറ് ഞാൻ മുകളിലുള്ള ചോറൊക്കെ മാറ്റി അടിയിലാണല്ലോ ചിക്കൻ കിടക്കുന്നത്, അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ആ ചോറിലേക്ക് തട്ടി ഒന്ന് ഭംഗി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള സംഭവം. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര മെനക്കേടൊന്നും ഇല്ല കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടി. കൂടെ തന്നെ മയോണൈസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. മയോണൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്. പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സംഭവം കിട്ടുമായിരുന്നു കേട്ടോ.